എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലൂഫിൻ്റെ 2 വിങ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് സോറോയും അതുപോലെ സാഞ്ചിയും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആരായിരിക്കും അതിൽ വിജയിക്കാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനു മുമ്പ് ഞാൻ എല്ലാം പറയുന്ന പോലെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ പലരും നമ്മുടെ ചാനലിലെ വീഡിയോ കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്തില്ല. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ നിന്ന് വെറും ഒരാൾ മാത്രമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോ ഇടാൻ കിട്ടുന്ന മോട്ടിവേഷൻ നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മാത്രം മോട്ടിവേഷൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം നമ്മുടെ ചാനലാണെങ്കിൽ 5K സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് തന്നെ 5K എന്ന് പറയുന്ന മൈൽ സ്റ്റോണിലേക്ക് എത്താൻ കഴിയും. എന്നാൽ ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് നമ്മുടെ സാഞ്ചിനെക്കുറിച്ച് നോക്കാം. സാഞ്ചിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സാഞ്ചിക്കുള്ള ഹാക്കി ഒരു ഒബ്സർവേഷൻ ഹാക്കി മാത്രമാണ്, പക്ഷേ അത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ളതാണ്. സാഞ്ചിൻ്റെ ജെനറ്റിക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സാഞ്ചിൻ്റെ ജെനറ്റിക് എന്ന് പറയുന്നത് ഹാറ്റ്സിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജെനറ്റിക്കാണ്. കാരണം ജർമ്മൻ ജെനറ്റിക്സ് നിങ്ങൾക്കറിയാം, അതിന് എത്രമാത്രം പവർപ്പാണ് നമ്മുടെ സാഞ്ചിക്ക് വാനോ ആർക്കി കൊടുത്തിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടിട്ട്. ഇപ്പോൾ നമ്മുടെ സാഞ്ചി ബ്ലൂ ഫ്ലെയിം അവേക്കൻ ചെയ്തിട്ടുണ്ട്. ആ ബ്ലൂ ഫ്ലെയിം വെച്ച് നമ്മുടെ സാഞ്ചി ആയിക്കോട്ടെ നമ്മുടെ ക്യൂനിനെ വൺ ഷോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതേസമയം നമ്മൾ സോറോനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സോറോ 3 ടൈപ്പ് ഹാക്കിയിലും മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ സോറോനെ ഇപ്പോഴത്തേക്കോട്ടെ നമ്മുടെ ഓടിൻ്റെ ലെജൻഡറി സോഡായിട്ടുള്ള എമ്മ എന്ന് പറയുന്ന സോഡും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സോറോന് കിട്ടിയിരിക്കുന്ന പവർപ്പ് എന്ന് പറയുന്നത് വളരെ മികച്ച രീതിക്കുള്ള ഒരു പവർപ്പാണ്. സോറോ വാനോ ആർക്കിൽ ഒരു ലുണേറിനെ ഡിഫീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഒരു ലുണേറി എത്രമാത്രം ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് നമ്മുടെ വാനോ ആർക്കിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ആ ലുണേറിനെ ഡിഫീറ്റ് ചെയ്യാൻ നമ്മുടെ സോറോന് പറ്റുന്നുണ്ട്. അപ്പോൾ സോറോന് നല്ല രീതിയിലുള്ള പവർപ്പ് നമ്മുടെ വാനോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എഗ് ഹെഡിലും അതുപോലെ തന്നെ എൽബാഫിലും നോക്കുകയാണെങ്കിൽ നമ്മുടെ സോറോയുടെ ഫീറ്റ്സ് സാഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോറോയുടെ ഫീറ്റ്സിനാണ് കുറച്ചുകൂടെ ഒരു മികവുള്ളത്. ഇതിനുള്ള മെയിനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല, സാഞ്ചി ഈ 2 ആർക്കിലും ഇതുവരെ നല്ലോണം സീരിയസ് ആയിട്ടൊരു ഫൈറ്റിൽ ഏർപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുണ്ടാകുമ്പോൾ നമുക്ക് സാഞ്ചിനെ വേണമെങ്കിൽ സോറോനെ അതേ ലെവലിൽ വെക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2 ആർക്കിലും സാഞ്ചി ഇതുവരെ സീരിയസ് ആകുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമുക്കറിയാം സോറോ എപ്പോഴും സീരിയസ് ആയിട്ട് തന്നെയാണ് ഉണ്ടാകുക. അതുകൊണ്ട് അത് വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഇവർ 2 പേരുടെയും പവർ ലെവൽസ് ഇപ്പോൾ ഏകദേശം സെയിം ആണ്. കാരണം മറ്റൊന്നുമല്ല, വൺ പീസിൽ ഇവരെ 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓട 2 പേർക്കും നല്ല രീതിക്കുള്ള പവർപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2 പേരെ ഏകദേശം സെയിം ലെവലിലാണ് നമ്മുടെ ഓട ഇതുവരെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരുടെ 2 പേരുടെയും പവർ ലെവൽ ഏകദേശം സെയിം ആകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. എന്നിരുന്നാലും നമ്മുടെ സോറോന് സാഞ്ചിനേക്കാളും കുറച്ചുകൂടി പവർഫുള്ളാണ് നമ്മുടെ സോറോ. ഇതിനുള്ള മെയിനായിട്ടുള്ള കാരണം മറ്റൊന്നുമില്ല, സാഞ്ചി എപ്പോഴും സീരിയസ് അല്ലാത്തത് തന്നെയാണ്. പിന്നെ സാഞ്ചിയുടെ വീക്ക്നെസ് എന്താണെന്ന് നമുക്കറിയാം, ലേഡീസ്. അപ്പോൾ സാഞ്ചി ഇപ്പം നമ്മുടെ സോറോനെക്കാളും പിന്നിലാക്കാൻ കാരണം മെയിനായിട്ടുള്ളത് ഇതാണ്, സീരിയസ് ആകാത്തതും ഒരു വീക്ക്നെസ് ഉണ്ട്. നമ്മുടെ സോറോനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സോറോന് ഒരു തരത്തിലുള്ള വീക്ക്നെസ്സും ഇപ്പം ഇല്ല. ആകെയുള്ളൊരു പ്രശ്നം ഡയറക്ഷൻ്റെതാണ്. പക്ഷേ അതൊരു ഫൈറ്റിൽ എങ്ങനെ പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇവർ 2 പേരും തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സോറോ തന്നെ വിജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേങ്കിൽ ഈ ഫൈറ്റ് ഒരു ക്ലോസ് ആയിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും. ആർക്കും മേജറായിട്ടുള്ള അഡ്വാൻറ്റേജസോ ഒന്നും ഉണ്ടാകില്ല. നമ്മുടെ സോറോ വിജയിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ജസ്റ്റ് വിജയം അത്ര മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. കാരണം നമ്മുടെ സാഞ്ചി എന്തായാലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല, അത് സോറോൻ്റെ കൂടെ. ഈ ഫൈറ്റ് വളരെ എപ്പിക്കായിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും, ലെഗ് വേഴ്സസ് സോഡ്. എന്തായാലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് സാഞ്ചിയുടെ പവർപ്പിനെ കുറിച്ച് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നതിൽ ബൈ ബൈ.